All are fine? Yes. Which day is today? Yes, today is Friday. ഇന്ന് വെള്ളിയാഴ്ചയാണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ഡേയില് ടെസ്റ്റ് പേപ്പർ ഒക്കെ എഴുതി നന്നായിട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പുതിയൊരു ലെസൺ ആണ് പഠിക്കാൻ പോകുന്നത്. ദ ക്ലെവർ റേറ്റ്, ഒരു ബുദ്ധിമാനായ ഒരു ഫ്രോഗിനെ കുറിച്ചാണ്. ദ ക്ലെവർ ഫ്രോഗ്, ബുദ്ധിമാനായ ഒരു ഫ്രോഗിനെ കുറിച്ചുള്ള കഥയാണ് പഠിക്കാൻ പോകുന്നത്. നല്ല രസകരമായ ഒരു കഥയാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. Okay, all of you take your textbook. Please listen here. Page number 22 എടുക്കൂ, 2 to 22. Okay, the clever frog. ബുദ്ധിമാനായ ഫ്രോഗ്, തവള അല്ലേ? ബുദ്ധിമാനായ തവള. It was a hot day. The sun was shining brightly in the sky. A little frog was jumping here and there. He was feeling very hot and tired. Suddenly, he saw a pond filled with water. He quickly jumped into it. The frog swam in the cool water for a long time. He felt better. He came out of the pond. He started looking for a cool place to rest. He saw a big rock. He jumped onto it. Then he looked around. He spotted a bush on top of a hill. He thought, that seems to be a good place to rest. He started hopping towards it. It was a hot day. ഒരു ചൂടുള്ള ഹോട്ടായിട്ടുള്ളൊരു ദിവസമായിരുന്നു അല്ലേ? ഇറ്റ് വാസ് എ ഹോട്ട് ഡേ, ഒരു ചൂടുള്ള ദിവസമായിരുന്നു. The sun was shining brightly in the sky. ആകാശത്ത് സൺ എങ്ങനെയാണ്? തിളങ്ങുന്നുണ്ടായിരുന്നല്ലേ? ബ്രൈറ്റ്ലി ഇൻ ദ സ്കൈ, ആകാശത്തിൽ ഇങ്ങനെ വെട്ടി തിളങ്ങി നിൽക്കുവാണ്. A little frog was jumping here and there. ഈ ലിറ്റിൽ ഫ്രോഗ് എന്ത് ചെയ്യുന്നു? ആ ചെറിയ തവള അങ്ങോട്ടും ഇങ്ങോട്ടും here and there ജമ്പ് ചെയ്യുന്നുണ്ട്. He was feeling very hot and tired. അവന് ഹോട്ടായിട്ടും ഭയങ്കര ടയേർഡാണ് അല്ലെ? ക്ഷീണമായിട്ടും അനുഭവപ്പെടുന്നുണ്ട്. അവന് വളരെ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. സഡൻലി ഹി സോ എ പോണ്ട് ഫിൽഡ് വിത്ത് വാട്ടർ. അവൻ പെട്ടെന്ന് എന്ത് കാണുന്നു? അവനൊരു കുളത്തിൽ നിറയെ വെള്ളമുള്ളതായിട്ട് കാണുന്നു. പോണ്ട് അല്ലേ? പോണ്ടില് ഫിൽഡ് വിത്ത് വാട്ടർ, വെള്ളം ഒരുപാടുള്ള ഒരു കുളം അവൻ കാണുന്നു. He quickly jumped into it. അവൻ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തന്നെ വേഗത്തിൽ അവൻ ആ പോണ്ടിലോട്ട് എടുത്ത് ജമ്പ് ചെയ്യുന്നു, ചാടുന്നു അല്ലേ? The frog swam in the cool water for a long time. He felt better. The frog swam in the cool water for a long time. He felt better. The frog swam in the cool water for a long time. ആ ഫ്രോഗ് എന്ത് ചെയ്തു? ഒരുപാട് സമയം ആ തണുത്ത കൂളായിട്ടുള്ള വാട്ടറിൽ സ്വാം ചെയ്യുന്നല്ലേ? നീന്തി കളിച്ചുകൊണ്ടേയിരുന്നു. ഹി ഫെൽറ്റ് ബെറ്റർ. അവന് വളരെ സുഖം തോന്നി, നല്ല ഒരു ഒരു കുളിർമ തോന്നി അല്ലേ? അവന് ആ തണുത്ത വെള്ളത്തിൽ വളരെ സുഖം തോന്നി. He came out of the pond. He started looking for a cool place to rest. അവൻ ആ പോണ്ടിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഒരുപാട് നേരം അവൻ എന്ത് ചെയ്തു? ആ പോണ്ടിലെ വെള്ളത്തിൽ, ആ കൂളായിട്ടുള്ള വാട്ടറിൽ നീന്തി കളിച്ചല്ലേ? അതിനുശേഷം ഹി കെയിം ഔട്ട് ഓഫ് ദ പോണ്ട്. അവൻ ആ പോണ്ടിൻ്റെ പുറത്ത് വന്നു. ഹി സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ എ കൂൾ പ്ലേസ് ടു റെസ്റ്റ്. അവൻ എന്താണ് അന്വേഷിക്കുന്നത്? ഹി സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ എ കൂൾ പ്ലേസ് ടു റെസ്റ്റ്. അവന് റെസ്റ്റ് ചെയ്യാനായിട്ട്, വിശ്രമിക്കാനായിട്ട് ഒരു തണുത്ത അന്തരീക്ഷം അല്ലെങ്കിൽ കൂൾ പ്ലേസ്, തണുത്ത ഒരു സ്ഥലം അവൻ ഇങ്ങനെ നോക്കുകയാണ്, സെർച്ച് ചെയ്യുകയാണ്. ഹി സോ എ ബിഗ് റോക്ക്. ഹി ജംപ്ഡ് ഓൺ ടു ഇറ്റ്. അവൻ എന്ത് കണ്ടു? ഹി സോ എ ബിഗ് റോക്ക്. അവനൊരു വലിയ ഒരു റോക്ക് കണ്ടല്ലേ? ഒരു പാറ, ഒരു ബിഗ് പാറ, ബിഗ് ആയിട്ടുള്ള ഒരു
പാറ അവൻ കണ്ടു. ഹി ജംപ്ഡ് ഓൺ ടു ഈറ്റ്, അവൻ അതിലേക്ക് ചാടി വീണു. ദെൻ ഹി ലുക്ക് എറൗണ്ട്, എന്നിട്ട് അവൻ ചെയ്തു, ആ പാറയിൽ ഇരുന്നിട്ട് ഇങ്ങനെ എറൗണ്ട് ചുറ്റുപാട് ഇങ്ങനെ നോക്കി. ഹി സ്പോട്ടഡ് എ ബുഷ് ഓൺ ടോപ്പ് ഓഫ് എ ഹിൽ, അവൻ എന്താണ് കണ്ടത്? പിന്നെ അവൻ ചുറ്റും ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു ചെറിയ കുറ്റിക്കാട്, ഒരു ബുഷ്, കുറ്റിക്കാട് അവൻ കണ്ടു. He thought that seems to be a good place to rest. He started hopping towards it. അവൻ എന്താണ് വിചാരിച്ചത്? He thought that seemed to be a good place to rest. അതാണ് നല്ല സ്ഥലം, വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് അവൻ എങ്ങനെ അത് കണ്ടിട്ട് വിചാരിച്ചു. അവൻ എന്ത് ചെയ്തു? He started hopping towards it. അവൻ അതിലേക്ക് കുതിച്ചു ചാടി, ഹോപ്പ് ചെയ്തു ഇങ്ങനെ പോയി. ഓക്കെ, അപ്പോൾ ടീച്ചർ ഒന്നുകൂടി വായിക്കാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ലിസൺ ഹിയർ. ഇറ്റ് വാസ് എ ഹോട്ട് ഡേ. ദ സൺ വാസ് ഷൈനിങ് ബ്രൈറ്റ്ലി ഇൻ ദ സ്കൈ. A little frog was jumping here and there. He was feeling very hot and tired. Suddenly, he saw a pond filled with water. He quickly jumped into it. എന്താണ്? ഒരു ചൂടുള്ള ദിവസത്തിൽ സൂര്യൻ ഇങ്ങനെ ആകാശത്ത് സൂര്യൻ ഇങ്ങനെ വെട്ടി തിളങ്ങി നിൽക്കുകയാണ്, ബ്രൈറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഒരു ലിറ്റിൽ ഫ്രോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി കളിക്കുന്നു. ഹി വാസ് ഫീലിംഗ് വെരി ഹോട്ട് ആൻഡ് ടയേർഡ്. അവന് വളരെ ഹോട്ട്, ചൂട് നന്നായിട്ട് അനുഭവപ്പെടുകയും അവന് ആകെ ക്ഷീണിതനാവുകയും ചെയ്തു, ടയേർഡ് ആവുകയും ചെയ്തു. സഡൻലി, പെട്ടെന്ന്, ഹി സോ എ പോണ്ട് ഫിൽഡ് വിത്ത് വാട്ടർ. അവൻ എന്താണ്? ഒരു കുളം കണ്ടല്ലേ, ഒരു പോണ്ടിൽ നിറയെ വെള്ളമുള്ള ഒരു പോണ്ട് അവൻ കണ്ടു. ഹി ക്വിക്ക്ലി ജംപ്ഡ് ഇൻടു ഇറ്റ്. അവൻ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ആ കുളത്തിലേക്ക് എടുത്ത് ചാടി. The frog swam in the cool water for a long time. He felt better. അവൻ എന്ത് ചെയ്തു? ഒരുപാട് നേരം ആ കൂൾ വാട്ടറിൽ, പോണ്ടിലെ വെള്ളം എന്താണ്? കുളത്തിലെ വെള്ളം നല്ല തണുപ്പായിരുന്നു അല്ലേ. ആ തണുത്ത വെള്ളത്തിൽ ഒരുപാട് നേരം അവനിങ്ങനെ നീന്തി കളിച്ചു. ഹി ഫെൽറ്റ് ബെറ്റർ. അവന് നല്ല സുഖം തോന്നി. ആ തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ ചാടി കളിക്കുമ്പോൾ അവന് നല്ല സുഖമായിരുന്നു. ഹി കെയിം ഔട്ട് ഓഫ് ദ പോണ്ട്. ഹി സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ എ കൂൾ പ്ലേസ് ടു റെസ്റ്റ്. അവൻ എന്താണ്? ഹി കെയിം ഔട്ട് ഓഫ് ദ പോണ്ട്. അവൻ ആ കുളത്തിൽ നിന്ന് പുറത്ത് വന്നു. അവൻ എന്ത് നോക്കുന്നു? ഒരു നല്ല തണുത്ത ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് അവൻ വിശ്രമിക്കാനായിട്ട് തിരയുന്നത്. ഹി സോ എ ബിഗ് റോക്ക്. അവൻ എന്ത് കണ്ടു? ഒരു വലിയ ഒരു റോക്ക്, ഒരു പാറ അവൻ കണ്ടു. ഹി ജംപ്ഡ് ഓൺ ഇറ്റ്. ദെൻ ഹി ലുക്ക്ഡ് അറൗണ്ട്. അവൻ എന്ത് ചെയ്തു? ആ പാറയിൽ ഇങ്ങനെ ചാടി കയറി, ജമ്പ് ചെയ്തിട്ട് ആ ചുറ്റുപാടും ഇങ്ങനെ അറൗണ്ട് ഇങ്ങനെ സറൗണ്ട്സ് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ഹി സ്പോട്ടഡ് എ ബുഷ് ഓൺ ടോപ്പ് ഓഫ് എ ഹിൽ. അവന് ആ കുന്നിൻ്റെ സൈഡിലായിട്ട് ഒരു ബുഷ്, ഒരു കുറ്റിക്കാട് കണ്ടു. ഹി തോട്ട് ദാറ്റ് സീം ടു എ ഗുഡ് പ്ലേസ് ടു റെസ്റ്റ്. അവൻ എന്ത് വിചാരിച്ചു? അവൻ ആലോചിച്ചു, ഇതാണ് എനിക്ക് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം എന്നവന് തോന്നി. ഹി സ്റ്റാർട്ടഡ് ഹോപ്പിംഗ് ടുവേർഡ്സ് ഇറ്റ്. അവൻ എന്ത് ചെയ്തു? ആ നല്ല സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് അതിലേക്ക് അവൻ കുതിച്ചു ചാടി. ഓക്കെ. Okay, all of you look at the blackboard. Listen here. The clever frog. The clever frog. ബുദ്ധിമാനായ ഫ്രോഗ് അല്ലേ? ഇച്ചിരി ഹാർഡ് വേർഡ്സ് ആണ് എഴുതിയിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. ക്ലെവർ, ക്വിക്ലി, സ്പോട്ടഡ്, ഹോപ്പിംഗ്. ക്ലെവർ, CLEVER. ക്ലെവർ. ക്വിക്ലി, QUICKLY. quickly. Spotted, SPOTTED. spotted. Hopping, HOPPING. hopping. Clever, quickly, spotted, hopping. Okay, all of you take your notebooks. The clever frog. Hard words ആണ്. Clever, quickly, spotted, hopping. Clever, CLEVER. Clever. Quickly, QUICKLY. quickly. Next word, spotted, SPOTTED.
spotted. Hopping, Hopping, hopping. Clever, quickly, spotted, hopping. അപ്പോൾ ഹാർഡ് വേർഡ്സ് ഓരോന്നും 5 ടൈംസ് നന്നായിട്ട് നീറ്റായിട്ട് ലൈനൊക്കെ ടച്ച് ചെയ്ത് എഴുതി ടീച്ചറിൻ്റെ നോട്ട്സ് കാണിക്കുക. ഓക്കെ. ഗുഡ് മോർണിംഗ് എവരിവൺ. ഓക്കെ ചിൽഡ്രൻ, നമുക്കിന്ന് മലയാളത്തിൽ പഠിക്കേണ്ടത് എന്താണ്? ചില്ലക്ഷരങ്ങൾ. എന്താണ്? ചില്ലക്ഷരങ്ങളാണ് പഠിക്കേണ്ടത് കേട്ടോ. സ്വരാക്ഷരങ്ങൾ പഠിച്ചു, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു. ഇന്ന് പഠിക്കേണ്ടത് ചില്ലക്ഷരങ്ങൾ. ഓക്കെ, ടെക്സ്റ്റിൽ നോക്കണ്ടാലും ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ബോർഡിൽ നോക്കാം. ഓക്കെ, ചില്ലക്ഷരങ്ങൾ. ഇൻ കേട്ടോ. നോക്കിയേ, നമ്മൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിന് ഞാനിവിടെ വന്ന് അകത്തൂടെ ഇങ്ങനെ വരുന്നതാണ് ഇൻ. ഇൻ വന്ന് വാക്ക് ഏതാണ്? മാൻ. മാറിയ ആ മാത്രം ആ ചിഹ്നം, സോറി ചിഹ്നം മാൻ. ആ ചിഹ്നം വായിക്കുന്നത് എങ്ങനെയാണ്? കാർ. ഇൻ മാൻ കാർ. കണ്ടോ? ഇൻ മാൻ കാർ. ഓക്കെ ചിൽഡ്രൻ, നമ്മൾ ചില്ലക്ഷരത്തില് ഇന്ന് 2 ചില്ലക്ഷരമാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. ഇൻ എന്നുള്ള ചില്ലക്ഷരവും എന്നുള്ള ചില്ലക്ഷരവും. ഇൻ വെച്ചുള്ള ചില്ലക്ഷരം ഏതാണ്? മാൻ. വേറെ പദങ്ങൾ നമുക്ക് കണ്ടെത്തി പഠിക്കാം. ഇപ്പോൾ തൽക്കാലം ചില്ലക്ഷരങ്ങൾ ഇവിടെ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്ന മാത്രം ടീച്ചർ പഠിപ്പിക്കണേ. എന്താണ്? മാൻ. പിന്നെയോ വെച്ച് വരുന്ന പദം കാർ. കാർ ഉണ്ടല്ലോ. ഇൻ മാൻ കാർ. എഴുതുന്നത് എങ്ങനെയാണ്? നമുക്ക് ഞാൻ പോലെ ആദ്യം എഴുതിയിട്ട് അകത്തൂടെ ഇങ്ങനെ എഴുതി മുകളിലോട്ട് നോക്കൂ. ഇന്ന് എങ്ങനെ എഴുതും നോക്കിയേ. ഇൻ കണ്ടോ? ഇൻ ഇനി ഇങ്ങനെ എഴുതുക. ഇങ്ങനെ വന്ന് 2 റാ എഴുതുപോലെ എഴുതിയിട്ട് ഇതിനകത്തൂടെ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ? ഇൻ ഓക്കെ, ടീച്ചർ ടെസ്റ്റ് വായിച്ച് പറഞ്ഞു തരാം. ഓക്കെ ചിൽഡ്രൻ, ടെസ്റ്റ് വായിക്കാം. ഓക്കെ, ചില്ലക്ഷരങ്ങൾ പാഠം 18 ചില്ലക്ഷരങ്ങൾ. മയിൽ നൃത്തമാടുന്നത് കാണുവാൻ രസമാണ്. ഇന്ന് പഠിച്ച ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാണ് പഠിപ്പിച്ചത്? ഇന്ന് അല്ലേ? ഇൻ ഈ 2 അക്ഷരമാണ് പഠിച്ചത്. മാൻ കണ്ടല്ലോ. എന്താണ്? മാൻ. കാർ. ചില്ലക്ഷരം വരുന്ന വാക്ക് കാർ. മാൻ കാർ. കേട്ടോ? ഇത് 2മാണ് ഇന്ന് പഠിക്കേണ്ടത്. നോട്ട്ബുക്കിൽ എഴുതാം. All of you take your notebook. Write today's date and day. പാഠം 18 ചില്ലക്ഷരങ്ങൾ. ഇൻ ചില്ലക്ഷരം ഇന്ന് പഠിപ്പിച്ചതാണ് ഇന്നും എറും. മാൻ. ഇൻ ചേർന്ന് വരുന്ന പദം മാൻ. ചേർന്ന് വരുന്ന പദം കാർ. ഇത് 2ഉം 5 ടൈംസ് എഴുതി പഠിക്കണം കേട്ടോ. മാൻ കാർ. ഓക്കെ ചിൽഡ്രൻ, നീറ്റായിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ. Hello, good morning children. How are you all? Fine. Did you have your breakfast? Yes. Okay, good children. Today we are going to learn computer. Last class we learned a lesson, computer room manners. ആ ലെസണിൽ നമ്മൾ എന്താണ് പഠിച്ചത്? കമ്പ്യൂട്ടർ റൂമിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൂടാ എന്നുള്ളത് പഠിച്ചു. അപ്പോൾ ആ ലെസൺ കംപ്ലീറ്റ് ആയി. അതിൽ കുറച്ച് ടെക്സ്റ്റ് വർക്ക് എക്സസൈസ് ആണുള്ളത്. നമുക്ക് അതിലേക്ക് പോകുമ്പോൾ ടെക്സ്റ്റിലേക്ക് പോകാം. എക്സസൈസ്, ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ. 1. We should enter in the computer lab speedily, quietly, noisily. Say the answer. Quietly.
Tick the option quietly. Okay. Next one. What should we remove outside the computer lab? Options: tie, belt, shoes. കമ്പ്യൂട്ടർ ലാബിന് പുറത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട സാധനം എന്താണ്? റിമൂവ് ചെയ്യേണ്ട സാധനം എന്താണ്? ഷൂസ്. നെക്സ്റ്റ് വൺ. വി ഷുഡ് നോട്ട് ഡാഷ് ഓർ ഡാഷ് ദ കമ്പ്യൂട്ടർ ടേബിൾ. പുഷ്, പുൾ, ബോത്ത് എ ആൻഡ് ബി. കമ്പ്യൂട്ടർ ടേബിളിൽ നമ്മൾ ചെയ്തുകൂടാത്ത കാര്യങ്ങളാണ്. പുഷ് ആൻഡ് പുൾ. ദ ഓപ്ഷൻ തേർഡ്. Both A and B. Push and pull. Okay. Push. Right here. Push. Or pull. Tick third option. We should not push or pull the computer table. Next one. B. Write yes or no. Some questions are here. Write yes or no. Should we enter in the computer lab in a queue? നമ്മൾ എന്താണ് കമ്പ്യൂട്ടർ ലാബിൽ പ്രവേശിക്കേണ്ട ക്യൂ ആയിട്ടാണ് പ്രവേശിക്കേണ്ടത്. യെസ് ആണോ നോ ആണോ? യെസ്. നെക്സ്റ്റ്. ഷുഡ് വി സിറ്റ് സ്ട്രേറ്റ് വൈൽ വർക്കിംഗ് ഓൺ എ കമ്പ്യൂട്ടർ? നമ്മൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കാനുള്ളത്. ദിസ് ഇസ് കറക്റ്റ്. യെസ്. നെക്സ്റ്റ് വൺ. ഷുഡ് വി ഈറ്റ് അവർ ലഞ്ച് ഓൺ ദ കമ്പ്യൂട്ടർ ടേബിൾ? കമ്പ്യൂട്ടർ ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കാവോ എന്നാണ് ചോദിക്കുന്നത്. ഫുഡ് കഴിക്കാവോ? ലഞ്ച് കഴിക്കാവോ? നോ. ഷുഡ് വി പ്രസ് ദ കീസ് ഓഫ് ദ കീബോർഡ് ഹാർഷ്ലി? എന്താണ് ഹാർഷായിട്ട് കീബോർഡിൽ പ്രസ് ചെയ്യാവോ എന്നാണ് ചോദിക്കുന്നത്. നോ. ദ ആൻസർ ഈസ് നോ. ഷുഡ് വി വെയിറ്റ് ഫോർ അവർ ടേൺ? നമ്മുടെ അവസരത്തിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്യുമോ? വെയിറ്റ് ചെയ്യും. യെസ്. ഷുഡ് വി കവർ ദ കമ്പ്യൂട്ടർ ആഫ്റ്റർ വി ഫിനിഷ് അവർ വർക്ക്? കവർ ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടർ കവർ ചെയ്യുമോ? യെസ്, നമ്മൾ കവർ ചെയ്യും അല്ലേ? ഓക്കെ. ടിക്ക് ദ കറക്റ്റ് പിക്ചർ ആൻഡ് ക്രോസ് ദ റോങ് പിക്ചർ. അനദർ എക്സസൈസ്. സം പിക്ചേഴ്സ് ആർ ഹിയർ. You should tick the correct picture and cross the wrong picture. The first picture നോക്കൂ, കുട്ടികളെല്ലാം കൂടി അവിടെ ബഹളം വയ്ക്കുകയാണ്. ക്യൂ ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ലാബിൽ കയറണമെന്നാണ് പറഞ്ഞത്, പക്ഷേ അവരെല്ലാവരും കൂടി അവിടെ ബഹളം വെച്ച് പുറത്ത് നിൽക്കുകയാണ്. ഇത് ടിക്ക് മാർക്ക് ചെയ്യണോ ക്രോസ് മാർക്ക് ചെയ്യണോ നിങ്ങൾ പറയണം. എന്ത് ചെയ്യണം? ക്രോസ് മാർക്ക് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം. ടീച്ചർ ചെയ്യുന്നില്ല. നോക്കൂ, അടുത്ത പിക്ചർ നോക്കൂ. കുട്ടി എന്ത് ചെയ്യണം? കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. മോണിറ്ററിൽ നിന്നും കുറച്ച് ദൂരം മാറിയാണ് കുട്ടി ഇരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഇത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഗുഡ് മാനറാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം. നെക്സ്റ്റ് വൺ. ലുക്ക് ഹിയർ. സം ചിൽഡ്രൻ എൻ്റർ ഇൻ ദ കമ്പ്യൂട്ടർ ലാബ്. ലുക്ക്, ലൈനായിട്ട് നിൽക്കുന്നു. രണ്ടുപേരെന്താ ഷൂസ് റിമൂവ് ചെയ്ത് അകത്തേക്ക് കയറുന്നു. അടുത്ത ആൾക്കാരെന്താ ഷൂസ് റിമൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള ഒരു മാനറാണ്. ഒരു ഗുഡ്, ദിസ് ഇസ് എ ഗുഡ് മാനർ. ഓക്കെ, യു ഷുഡ് ടിക്ക്. ലുക്ക് ഹിയർ. ഇവിടെ നോക്കൂ, ദ ഫോർത്ത് പിക്ചർ. കുട്ടികൾ ഇതാ ബഹളം വയ്ക്കുകയാണ്. ഒരു കുട്ടി കമ്പ്യൂട്ടറിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അടുത്ത കുട്ടി ഇതാ ഇവിടെ നിന്ന് കീബോർഡിലൊക്കെ പിടിക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഗുഡ് മാനർ അല്ല. യു ഷുഡ് ക്രോസ്. ലുക്ക് ഹിയർ. കുട്ടി എന്ത് ചെയ്യാണ്? എന്താ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടർ ടേബിളിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഗുഡ് മാനർ ആണോ? നോ, ദിസ് ഇസ് നോട്ട് ഗുഡ് മാനർ. യു ഷുഡ് ക്രോസ്. ലുക്ക് ഹിയർ.
ഇവിടെ നോക്കൂ, കുട്ടികളുടെ ബഹളം വയ്ക്കുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ നമ്മുടെ അവസരത്തിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അതാണ് ഗുഡ് മാനർ. വെയിറ്റ് ഫോർ അവർ ടേൺ. നമ്മുടെ അവസരത്തിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ വെയിറ്റ് ഒന്നും ചെയ്യുന്നില്ല, കുട്ടികളെല്ലാം കൂടി ബഹളം വയ്ക്കുകയാണ്. അപ്പോൾ ഇതെന്താണ്? ഗുഡ് മാനർ ആണോ? ദിസ് ഈസ് നോട്ട് ഗുഡ് മാനർ. യു ഷുഡ് ക്രോസ് മാർക്ക്. Children, you should do this activity at your home. This is a homework. Another one, fun activity. Make a beautiful poster on the topic of manners in computer lab and hang it in your computer lab. ഇതെന്താണ്? ഒരു പോസ്റ്റർ റെഡിയാക്കാനാണ്. മാനേഴ്സ്, ഗുഡ് മാനേഴ്സ്, കമ്പ്യൂട്ടർ ലാബിൽ നമ്മൾ പാലിക്കേണ്ട ഗുഡ് മാനേഴ്സ്, അതിൻ്റെ ഒരു പോസ്റ്റർ റെഡിയാക്കണം. എന്നിട്ട് എന്താണ്? കമ്പ്യൂട്ടർ ലാബിൽ ഹാങ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഇത് പോസ്റ്റർ റെഡിയാക്കിയതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ റൂമിൽ നിങ്ങൾ ഹാങ് ചെയ്യണം. അതിന് മുന്നേ എന്താണ്? അതിൻ്റെ ഫോട്ടോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടണം. ഓക്കെ ചിൽഡ്രൻ, ബൈ. മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ, നമുക്കിന്ന് കഴ്സീവ് റൈറ്റിംഗ് പഠിക്കാം. എല്ലാവരും ടീച്ചർ പറയട്ടെ, എല്ലാവരും നല്ല കുട്ടികൾ. ടീച്ചർ ടെസ്റ്റ് പേപ്പർ എഴുതി പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും നന്നായിട്ട് ടെസ്റ്റ് പേപ്പർ എഴുതി, അതുപോലെ തന്നെ വേർഡ്സ് എല്ലാവരും നല്ല ഭംഗിയായിട്ട് എഴുതുന്നു. എല്ലാവരും നല്ല കുട്ടികളാണ് കേട്ടോ. ടീച്ചർ ആദ്യം പറഞ്ഞപ്പോൾ പകുതി പേരൊന്നും എഴുതില്ലായിരുന്നു. ഇപ്പം മിക്കവാറും പേരെല്ലാം ചെയ്യുന്നുണ്ട്. നല്ല കുട്ടികളാണ്, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. ചിലരുടെ ആണെങ്കിൽ ടീച്ചർ പറയാതെ വയ്യ, അത്രയും മനോഹരമായിട്ട് എഴുതുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട്. അത് കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ. എല്ലാവരും ഇങ്ങനെ നോട്ട് അയക്കുമ്പോഴത്തേക്കും എല്ലാവരും എടുത്ത് നോക്കുക. നല്ല ഭംഗിയായിട്ട് എല്ലാവരും എഴുതുന്നുണ്ട്. ഇന്ന് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ EFGH, ഇയും എഫും ജിയും എച്ചും വെച്ചുള്ള വേർഡ്സ് നോക്കി. ആദ്യം നോക്കൂ, ഇത് നമ്മൾ പഠിച്ചില്ലേ? എല്ലാവരും ഡി വരെ എഴുതിയിട്ടിട്ടുണ്ട്. ഇതാ നോക്കൂ, EFGH. ഈ എങ്ങനെ എഴുതുന്നു നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ E F G. അതുപോലെ എഫ് പോലെ ആ 4 ലൈൻസ് എന്ന വലുതായിട്ടാണ് ക്യാപിറ്റൽ ലെറ്റർ ജി എഴുതാറുള്ളത്. ജി X. കുറച്ചൊക്കെ എഴുതുന്ന പോലെ EFGH. അടുത്ത നോക്കൂ, EGGF, FAN ഫാൻ, GUN ഗൺ, HAT ഹാറ്റ്. എങ്ങനെയാണ് എഴുതുക? വേൾഡ് തന്നെ എഴുതുന്നത് നോക്കാം. ഫാൻ, ഗൺ, ഹാറ്റ്. ഇതുപോലെ എല്ലാവരും എഴുതുക. എഴുതി ടീച്ചറിന് അയച്ചു തരാം. ഇനി നമുക്ക് ടെക്സ്റ്റ് നോട്ടിൽ എങ്ങനെ